ഹായ്, ഐ എം ആർക്കിടെക്ട് അസർ. ഞാൻ ഇന്നൊരു സന്തോഷം പങ്കുവെക്കാനാണ് വന്നിട്ടുള്ളത്. സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് മുതൽ ഒരു പുതിയ ടാസ്ക് സ്റ്റാർട്ട് ചെയ്യാണ്. അതിന്റെ തുടക്കം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ്. ആ ടാസ്കിലോട്ട് വഴി തെളിയിച്ച ആൾ തന്നെ ആവട്ടെ അതിന്റെ തുടക്കം. സന്തോഷം. അതായത് എന്താന്നുണ്ട് ഞാൻ പറഞ്ഞു കൊടുക്കാം. ആള് വരച്ചെടുക്കണ് ഫസ്റ്റത്തേക്ക് നോക്കണ്ട, റെഡി ആവും. അതായത് ഇത് ആർക്കിടെക്ട് അസർ അല്ലേ? അതിനല്ലേ പറയാ. അപ്പൊ ആർക്കിടെക്ട് അസർ ആണ്. അതെ, നമ്മുടെ ഫേമിന്റെ പേര് അസർ ആർക്കിടെക്ട് അസോസിയേറ്റ്. അതെ, അപ്പൊ അസറിനെ പരിചയപ്പെട്ടിട്ട് ഒരുപാട് വർഷങ്ങളായി. അപ്പൊ നമ്മളെ ഷോറൂമുകളെ, നമ്മളെ വീടിന്റെ അതൊക്കെ ഒരു ചരിത്രമാണല്ലേ വീടൊക്കെ. അപ്പൊ നമ്മളൊരു വീട് റിന്യൂവേറ്റ് ചെയ്തിരുന്നു. നമ്മളെ വീട് വലിയ വീടൊന്നുമല്ല, ചെറിയ വീടാണ്. പക്ഷെ അവിടെ ഒരുപാട് കലാവിരുത് അസർ നടത്തിയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഇന്നിവിടെ നടക്കാൻ പോണത് അസർ, ഇനി അസറിന്റെ വർക്കുകള് കാര്യങ്ങള് ഇനി സോഷ്യൽ മീഡിയയിൽ അസർ വരും. അപ്പൊ എല്ലാവിധ ആശംസകളും നേരെയാണ്. എല്ലാ ദിവസവും ഞാനങ്ങനെ ഒരു ആർക്കിടെക്ചർ കം ടോക്ക് എന്നുള്ള രീതിയിലുള്ള ഒരു കൺസെപ്റ്റ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മള് വ്ളോഗ് അല്ലെങ്കിൽ വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ നമ്മളെ വർക്കുകൾ വരും, പ്രൊഡക്റ്റുകളെ കുറിച്ചിട്ട് അഭിപ്രായം, ക്ലയന്റിന്റെ റിവ്യൂ ഉണ്ടാവും, പിന്നെ ക്ലയൻസുകൾക്ക് നമുക്ക് എന്തൊക്കെ ഉപകാരങ്ങളുള്ള വീഡിയോസ് ഉണ്ടാവും, അവയർനെസ്. അതായത് ഇന്നത്തെ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിൽ കുറെ പേജ് ഉണ്ട്, കുറെ ആർക്കിടെക്ചർ എല്ലാത്തിനും ഉണ്ട്. പക്ഷെ അതില് ക്ലയൻസ് ഇപ്പോഴുള്ള കൺഫ്യൂസ്ഡ് ആണ്. അപ്പൊ അതിനുള്ള ഒരു അവയർനെസ് ലെവലിലാണ് നമ്മൾ കൂടുതൽ വീഡിയോസും വരിക. പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടും ഇപ്പൊ എങ്ങനെ ഒരു വർക്ക് നമുക്ക് കൊടുക്കാം, അത് എത്ര സ്ക്വയർ ഫീറ്റിന് കൊടുക്കാം, ആ സ്ക്വയർ ഫീറ്റ് റേറ്റ് എങ്ങനെ നിർണ്ണയിക്കാം, ഇതൊക്കെ നമ്മള് വീഡിയോസിൽ പറയും. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമുക്ക് ആ ധൈര്യം തന്ന ആളെന്നോട് ചോദിക്കണേ. ധൈര്യമല്ല, ധൈര്യമൊക്കെ പുള്ളിക്കുണ്ട്. നമ്മളിത് ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് കൊടുത്താല് ആൾക്കാർക്ക്. നമ്മള് വീഡിയോയുടെ മുന്നിൽ നമ്മൾ ഇതുവരെയായിട്ടും വന്നിട്ടില്ല. ആകെ വന്നിട്ടുള്ള നിങ്ങളായിട്ടാ. അപ്പൊ നിങ്ങളൊരു വീട് വെക്കാൻ ആഗ്രഹിക്കുന്ന ആളാണോ, അല്ലെങ്കിൽ പുതിയ ഷോറൂമുകള്, ബിൽഡിങ്ങുകള്, വില്ലകള് അത്തരമൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അസറിനെ ഫോളോ ചെയ്തോളി. ഇത് കൊടുക്കണം കേട്ടോ, അവയർനെസ് കൊടുക്കണം. അപ്പൊ പേജൊക്കെ ഒന്ന് എല്ലാവരും ഫോളോ ചെയ്യുക, ചാനലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെ. എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൊടുക്കി. ഉയർന്നു വരും, നിങ്ങൾക്ക് ഉപകാരപ്പെടും, ഇദ്ദേഹത്തിനൊരു ഉപകാരമാവും അല്ലെ. ആർക്കും ദ്രോഹം ചെയ്യുന്ന കാര്യമൊന്നും ഇദ്ദേഹം ചെയ്യൂല. കാണാൻ ഭീകരനാണെങ്കിലും നിഷ്കളങ്ക മനസ്സാണ് അല്ലെ. നമ്മളൊരു ബ്രദർഹുഡ് പോലെ നമ്മളിപ്പോ ഉണ്ട്. എല്ലാവിധ സപ്പോർട്ടും തീർച്ചയായിട്ടും. ഇനിയും ഒരുപാട് മുന്നോട്ട് പോട്ടെ. സോഷ്യൽ മീഡിയ ആർക്കിടെക്ട് അസർ എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഒട്ടാകെ അറിയപ്പെടട്ടെ. നമ്മളെ പ്രാർത്ഥനയിലൊക്കെ ഉണ്ട്. നമ്മളെ വാക്കൊന്നും വെറുതെ ആവില്ല കേട്ടോ. അപ്പൊ ഇന്ത്യ ഒട്ടാകെ അറിയപ്പെടുന്ന ഒരു ആർക്കിടെക്ട് ആയി മാറട്ടെ ഇന്ത്യ അസർ.